ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളെല്ലാം രണ്ട് പ്രായനെ പറത്താൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ കുഞ്ഞൻ മിസ്സായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് അറിയില്ല, എവിടെ പോയി ഇരുന്നതാണ് കുഞ്ഞെ. എന്തായാലും ഇന്ന് നമ്മൾ വിടാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ഡ്രൈവർ പ്രാവായിട്ട് യൂസ് ചെയ്യുന്ന പ്രാവ്. അപ്പോൾ ഇതിനെപ്പോഴും നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ വെയിറ്റൊക്കെ കുറവാണ്. അപ്പോൾ ഇതിനെ നമുക്ക് അവായിക്കൂട്ടിലേക്ക് ഇടാം. അപ്പോൾ അടുത്തതായിട്ട് പറപ്പിക്കാൻ പോകുന്ന ഈ പ്രാവിനെയാണ്. അപ്പോൾ ഇതൊരു ബ്ലാക്ക് വൈറ്റിലാണ് വന്നത്. അപ്പോൾ ഈ കുഞ്ഞനാണ് മിസ്സായത്. എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട് രാവിലെ. അപ്പോൾ ഈ നമുക്ക് ഇനി അവായിക്കുട്ടിയിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ്, നമ്മളെ പറപ്പിക്കാൻ പോകുന്ന പ്രാവിനൊക്കെ നമ്മൾ അവായിക്കുട്ടിയിലിട്ടുണ്ട്. ഇനി ഇവർക്ക് നമുക്ക് വെള്ളം അടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് സിറിഞ്ചിൽ വെള്ളം അടിച്ചു കൊടുക്കുക. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ ഒരു 12 ml സിറിഞ്ചിലാണ് നമ്മൾ വെള്ളം കൊടുക്കൽ പ്രാവിന്. അപ്പോൾ ഇതിലൊരു 5 ml ആണ് നമ്മൾ പറപ്പിക്കുന്ന പ്രാവിന് കൊടുക്കൽ. അപ്പോൾ ഒരു 5 ml എടുത്തിട്ട് നമുക്ക് പ്രാവിന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ പ്രാവിനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ നല്ലോണം സെറ്റ് പിടിച്ച് തന്നെ പറക്കുന്നുണ്ട്. ഇപ്പോൾ പ്രാവ് പെട്ടെന്ന് തന്നെ ഹൈറ്റ് കയറി വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ മേലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ ഗൈസ്, എന്താണെന്ന് അറിയില്ല, പ്രാവൊക്കെ താന്ന് വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് കുഞ്ഞനാണ് താന്ന് വരുന്നത്. അപ്പോൾ നേരത്തെ ഹൈറ്റ് കയറി ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ പെട്ടെന്ന് താന്ന് വന്നിട്ടുണ്ട്. സീനൊന്നുമില്ല, അവർ സെറ്റ് പിടിച്ച് തന്നെ പറക്കുന്നുണ്ട്. അപ്പോൾ താവാൻ നോക്കുന്നുള്ളൂ, ഇതുവരെ താന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇനിയും ഹൈറ്റ് കയറിക്കോളൂ. അപ്പോൾ ഗൈസ്, അപ്പോൾ കുറച്ച് നേരമായി നമ്മളെ പ്രാവ് പറക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല ഹൈറ്റിൽ തന്നെയാണ് പ്രാവ് പറക്കുന്നത്. ഇപ്പോൾ നല്ല ഉഷാറോടെ തന്നെ പറക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, പ്രാവ് ഇപ്പോൾ ഓവർ ഹൈറ്റിലും അല്ല, അതേപോലെ ഓവർ താന്നിട്ടും അല്ല പറക്കുന്നത്. ഒരു മീഡിയം ലെവലിൽ തന്നെ ഇപ്പോൾ പ്രാവ് പറക്കുന്നുണ്ട്.
അപ്പോൾ എന്തായാലും വലിയ പറക്കട്ടെ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കുഞ്ഞാനെ ടൈം കയറ്റുന്നില്ലേ, ടൈം കയറ്റുന്നൊക്കെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ടൈം കയറ്റുന്ന വീഡിയോ ഇടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടൈം കയറാനുള്ള പ്രാവ് ഒരുമാതിരി പറവാണ് കാണിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിക്കാളുക, കൂടുതൽ ടൈമൊന്നും പറക്കുന്നില്ല. അപ്പോൾ എന്താ കാരണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് പറക്കുന്നത് കുറച്ച് നേരമായി. എപ്പോഴും നമ്മളെ പ്രാവ് ലോങ്ങൊന്നും അടിക്കാതെ കളത്തിൽ തന്നെയാണ് പറക്കുന്നത്. അപ്പോൾ കളത്തിൽ തന്നെ പറക്കുന്ന പ്രാവാണ് അത്രയും നല്ലത്. നമ്മളെ കുഞ്ഞന്മാർ മിസ്സാവുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ലോങ് പോയിട്ടാണ് നമ്മളെ കുഞ്ഞ് മിസ്സായത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മളെ പ്രാവ് കളത്തിൽ തന്നെയാണ് പറക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് ഇങ്ങനെ പറക്കുന്നതിനെ കാണുമ്പോൾ ഒരു സുഖമാണ്. അപ്പോൾ സെറ്റ് പിടിച്ചിട്ടൊക്കെ നല്ലോണം പറക്കുന്നുണ്ട് പ്രാവ്. അപ്പോൾ ഇനിയും കുഞ്ഞന്മാരുണ്ട്, ഇനി 3 കുഞ്ഞന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ ട്രെയിൻ ചെയ്യണം. അപ്പോൾ അവരൊക്കെ ട്രെയിൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് കുറവാണ് വീഡിയോസിന്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവിൻ്റെ ഒപ്പം വേറെ ഏതോ ഒരു വെള്ളപ്രാവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പ്രാവ് ബാക്കിൽ 2 എണ്ണം പറക്കുന്നുണ്ട്. അപ്പോൾ മുന്നിൽ ഒരു വെള്ളപ്രാവാണ്. അപ്പോൾ അത് എവിടുന്നാണ് വന്നതെന്നൊന്നും പറയൂല. അപ്പോൾ എന്തായാലും നമ്മളെ കളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇറക്കാനൊന്നും നോക്കുന്നില്ല. അപ്പോൾ അവരൊപ്പം തന്നെ ആ വെള്ളപ്രാവ് പറന്നോട്ടെ. അപ്പോൾ നമ്മളെ പ്രാവിനെയും കൊണ്ട് പോകുന്നുണ്ട് ആ വെള്ളപ്രാവ്. അപ്പോൾ നിങ്ങൾ ക്യാമറ കാണുന്നുണ്ടോ എന്നറിയില്ല വ്യക്തമായിട്ട്. മാക്സിമം ഞാൻ സൂം ചെയ്തിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പ്രാവ് ഇപ്പോൾ നമ്മളെ കളത്തിൽ നിന്ന് തന്നെ പറക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളപ്രാവ് പോയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങോട്ടോ പോയിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന്. എന്തായാലും നമ്മളെ പ്രാവ് നമ്മളെ കളത്തിൽ നിന്ന് തന്നെ 2 പേര് തന്നെ പറക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവരിങ്ങനെ പറക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവിനൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഇറക്കുന്നില്ല. അപ്പോൾ ആദ്യം ഒന്ന് ബൾബൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബൾബ് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ബൾബൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പ്രാവ് ഇറങ്ങുമ്പോൾ ഓണാക്കിയാൽ മതി. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് അത്യാവശ്യം താഴ്ന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങാനൊരു ലക്ഷണമുണ്ട്. അപ്പോൾ അത്രയും നല്ലോണം താഴ്ന്നിട്ടാണ് പ്രാവ് പറക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ലൈറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ലൈറ്റ് ഇട്ടൊക്കെ കൊടുത്തിട്ട് ഇനി വെട്ടുപ്രാവിനെ ഇടാനുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ലൈറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 44 മിനിറ്റ് പറന്നുണ്ട്. അപ്പോൾ 1 മണിക്കൂർ ആവുന്നില്ല, അപ്പോഴേക്ക് പ്രാവ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരെ പറക്കുന്നവരെ പറക്കട്ടെ. എന്തായാലും നമുക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ നിന്ന് ചെറിയ അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ നമ്മളെ പറത്തിക്കുന്ന പ്രാവിൻ്റെ കൂടിൻ്റെ താഴെയുള്ള കൂടായിരുന്നു കുഞ്ഞൻ്റെ. അപ്പോൾ അത് അടിക്കാൻ മറന്നു പോയിണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞൻ എങ്ങനെയോ പുറത്ത് ചാടിയിട്ട് ഇപ്പോൾ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെയൊക്കെയോ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പിടിച്ചപ്പോൾ കുറേ തൂവലൊക്കെ പോയി. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് വെട്ടുപ്രാവിനൊക്കെ നമുക്ക് ഇനി പുറമേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ വെട്ടുപ്രാവിനൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റും കൂടി ഇടാനുള്ളൂ. അപ്പോൾ ലൈറ്റും കൂടി ഇട്ടുകൊണ്ട് നമ്മളെ പ്രാവിന് സിഗ്നലായി ഇറങ്ങാനുള്ള ടൈമായിന്ന്. അപ്പോൾ ഗൈസ് പ്രാവ് നല്ല ഹൈറ്റിലാണ്. അപ്പോൾ
പ്രാവ് നല്ല ഹൈറ്റ് കയറി പറക്കുന്നുണ്ട്. അപ്പോൾ താന്ന് വന്ന ഉടനെ തന്നെ നമ്മൾ ലൈറ്റ് ഇടും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇറങ്ങാനുള്ള ടെൻഡൻസി ആവും. അപ്പോൾ എന്തായാലും അവര് താന്ന് വരുമ്പോൾ കാണിക്കുക. അപ്പോൾ ഗൈസ് ഇനി കുഞ്ഞന്മാരെ നമുക്ക് വായിക്കൂട്ടിലിടാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ കുഞ്ഞ്. അപ്പോൾ ഇതൊരു ബ്ലാക്ക് വൈറ്റിലൊക്കെയാണ് വന്നത്. അപ്പോൾ മേലെ പറക്കുന്ന ആ കുഞ്ഞിൻ്റെ ആ കളറിൽ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് വായിക്കൂട്ടിലിടാം. അപ്പോൾ ഗൈസ് ഇതാണ് അടുത്ത കുഞ്ഞ്. ഇതിലെ മുകളിൽ പറക്കുന്ന ആ പ്രാവിൻ്റെ കുഞ്ഞനാണ്. അപ്പോൾ ഈ പ്രാവിൻ്റേത് ഒരു കറുപ്പിലാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അച്ഛന് അത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ മൊത്തത്തിൽ ഒരു സബ്ജിയിൽ വന്നത് കൊണ്ട് കുഞ്ഞിനും ഒരു സബ്ജിയിലാണ്. അപ്പോൾ ഇനി നമുക്ക് ആ വായിക്കൂട്ടിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ് നേരത്തെ കൂട്ടുന്ന മിസ്സായ പ്രാവ് ഇതാണ്. ഇതൊരു ഡബിൾ കണ്ണി പ്രാവാണ്. അപ്പോൾ ഇത് ഒരു മഞ്ഞയിലാണ് ഈ കണ്ണ്, മറ്റേ ഒരു കറുപ്പിലാണ് കണ്ണ് വീഴുന്നത്. ഒരു ഡബിൾ കണ്ണീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാലാണ് പോയത്. അപ്പോൾ വാല് മൊത്തം പോയിട്ടുണ്ട്. അപ്പോൾ പിടിക്കുന്നതിൻ്റെ ഇടയിൽ തൊഞ്ഞു പോയതാണ്. നല്ല പടച്ചിലാണ് ഈ കുഞ്ഞ്. അപ്പോൾ ഇതിപ്പോൾ രണ്ടാം കള്ളിയാണ്. അപ്പോൾ രണ്ടാം കള്ളി പൂർത്തിയായില്ല, കുറച്ചും കൂടി ആവാനുണ്ട് രണ്ടാം കള്ളി. അപ്പോൾ ഇനി നമുക്ക് ആ വായിക്കൂട്ടിയിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് ഇപ്പോഴും ഹൈറ്റിൽ തന്നെയാണ്, ഇതുവരെ താന്ന് വന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ താന്ന് വരുമ്പോൾ എന്തായാലും ലൈറ്റ് ഇട്ടിട്ട് പ്രാവിനെ ഇറക്കൂ. ഇപ്പോഴും നല്ല ഫോമിൽ തന്നെ പറക്കുന്നുണ്ട് പ്രാവ്. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് അത്യാവശ്യം താഴ്ന്നു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി പെട്ടെന്ന് തന്നെ നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വെട്ടുപ്രാവിന് തീറ്റയും വെച്ച് കൊടുക്കുകയാണ്. അല്ല, വെട്ടുപ്രാവിൻ്റെ നിന്ന് കുഞ്ഞന്മാർക്ക്. അപ്പോൾ അത് കണ്ടിട്ടൊക്കെ പെട്ടെന്ന് ഇറങ്ങിക്കോളും. അപ്പോൾ എന്തായാലും നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ആ വായിക്കൂട്ടിൻ്റെ മുകളിൽ നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളപ്പോൾ പ്രാവ് നല്ല ഹൈറ്റിലാണ്. നിങ്ങൾക്കൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല ഹൈറ്റിലാണ്. അപ്പോൾ എവിടെ പോയി വരികയാണ്. അപ്പോൾ എന്തായാലും വെളിച്ചം കണ്ടുകൊണ്ട് ഇപ്പോൾ താന്ന് വരികയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വായിക്കൂട്ടിലുള്ള കുഞ്ഞന്മാർക്ക് തീറ്റ വെച്ച് കൊടുക്കണം. അപ്പോൾ പ്രാവ് നല്ലോണം താന്ന് വരുന്നുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും ക്യാമറയിൽ താന്ന് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവുകളൊക്കെ നമ്മൾ വായിക്കൂട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പറക്കുന്ന പ്രാവ് എന്തായാലും താന്ന് വരുന്നുണ്ട് ഈറ്റങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലോണം താന്ന് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് വായിക്കൂട്ടിലുള്ള കുഞ്ഞന്മാർക്ക് തീറ്റ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ കുഞ്ഞന്മാർക്ക് നമ്മൾ തീറ്റ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ നമ്മളെ പ്രാവ് ഇറങ്ങിക്കോളൂ തീറ്റ കണ്ടിട്ട്. അപ്പോൾ എന്തായാലും കുഞ്ഞന്മാർ അവിടെ തിന്നോട്ടെ. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് പറഞ്ഞ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ 14 മിനിറ്റുമാണ്. അപ്പോൾ ഇപ്പോഴും നമ്മളെ പ്രാവ് നല്ലോണം പറക്കുന്ന തന്നെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല താന്നിട്ട് തന്നെയാണ് പ്രാവ് പറക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇറക്കാൻ നോക്കണം, ഈടായി വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് അത്യാവശ്യം നല്ലോണം താന്നിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പ്രാവ് ഇപ്പോൾ ഇറങ്ങാനുള്ള ഈരാണ് നിൽക്കുന്നത്. അപ്പോൾ അത്രയും നല്ല താന്നിട്ടാണ് വന്നത്. അപ്പോൾ മിക്കവാറും ഇപ്പം തന്നെ ഇറങ്ങും.
അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് ഇറങ്ങി തന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ ചെറുതായിട്ട് കിതപ്പുണ്ട്. അപ്പോൾ നമ്മളെ ഡ്രൈവർ പ്രാവിന് കിതപ്പൊന്നുമില്ല, നല്ല സ്റ്റാമിന തന്നെ നിൽക്കുന്നുണ്ട്. കുഞ്ഞിന് ചെറിയൊരു കിതപ്പുണ്ട്. അപ്പോൾ അത് റെഡി ആയിക്കോളൂ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വായ്ക്കൂട്ടിലേക്ക് ഇറക്കണം പ്രാവിനെ. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് പറഞ്ഞ ടൈം 1 മണിക്കൂറും 19 മിനിറ്റും ആണ്. അപ്പോൾ ഗൈസ് നമ്മളെ വെട്ടുപ്രാവിനൊക്കെ നമ്മളെ ലോഫ്റ്റിലേക്ക് തന്നെ ഇടുകയാണ്. അപ്പോൾ നമ്മളെ ഇനി ആവശ്യമില്ല വെട്ടുപ്രാവിനെ. അപ്പോൾ നമ്മളെ പ്രാവ് ഇറങ്ങിക്കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മളെ കുഞ്ഞനത് ആ വൈക്കോട്ടിൻ്റെ മുകളിലേക്ക് പറക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള 2 വെട്ടുപ്രാവിനെ നമ്മൾ ലോഫ്റ്റിലേക്ക് ഇടും. എന്നിട്ട് നമുക്ക് ഈ പ്രാവിനെ തിന്നാൻ വെച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് ഹവായിക്കോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരിനി ഫുഡ് കഴിച്ചോട്ടെ. നമുക്ക് ഇനി അടുത്ത പറത്തിക്കൽ വീഡിയോയിൽ കാണാം. ബൈ.